എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ പറയാൻ പോകുന്ന സ്റ്റോക്കിന് ഏകദേശം 614 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ. സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് ഏകദേശം 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലാണ് അതിന്റെ നോർമൽ ട്രേഡിംഗ് വോള്യം നടക്കുക. പക്ഷെ ഇന്ന് ഏകദേശം 1 കോടിയിൽ പരം വോള്യമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അതുകൂടാതെ നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ടും നടന്ന സ്റ്റോക്കാണ്. അതായത് ഇൻട്രാഡേയിലും വീക്കിലിയിലും ബ്രേക്ക് ഔട്ട് നടന്ന ഒരു സ്റ്റോക്കാണ്. വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൊമെന്റത്തിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചാർട്ട് വെച്ച് സ്റ്റോക്ക് അനലൈസിൽ പോവാം. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് സരിഗമ ഇന്ത്യ ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1 കോടിയിൽ പരം ട്രേഡിംഗ് വോളിയമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇവിടെ കണ്ട ഇത്രയും വോളിയം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ഇത്രയും വോളിയം ഉണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ അത് വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അതുകൂടാതെ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് 580 ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ആ 580 എന്ന് പറയുന്നത് ഒരു സൂപ്പർ റെസിസ്റ്റൻസ് ഏരിയ ആണ്. കണ്ട ഇവിടെ നിന്ന് കയറി പോയിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ നിന്നു, ചെറുതായിട്ട് താഴേക്ക് വന്നു, വീണ്ടും കയറാനായിട്ട് ശ്രമിച്ചു, കയറാൻ സാധിച്ചില്ല, വീണ്ടും താഴേക്ക് വന്നു. താഴേക്ക് വന്നത് ഏകദേശം 480. എന്തുകൊണ്ട് 480 വന്നു എന്നുള്ളത് നമുക്കൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അതിൽ താഴെ വന്നില്ല? അതിന് ഉത്തരങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോ വരെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ട ഇവിടെ ചെറിയൊരു കൺസോളിഡേഷൻ ആയിരുന്നു. കണ്ട ചെറുത്, അതാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അതുകൂടാതെ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് ഉള്ള കാര്യങ്ങൾ, ഇൻട്രാഡേയിൽ നമുക്ക് വേറെ ഒന്നും കാര്യങ്ങൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഇതിനൊരു ബൈ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 16% ഇത് കയറി നിൽക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഉണ്ടാകും ഇത്രയും കയറി നിൽക്കുകയാണ്. നമുക്ക് ഒരു ചെറുതായിട്ട് ഏകദേശം ഒരു 580 590 എത്തുമ്പോൾ ഒരു ബൈ എടുക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം മേ ബി ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒരു ചെറിയൊരു അപ്സൈഡ് കാണിച്ചിട്ട് വീണ്ടും ഒരു പുൾ ബാക്കിന് സാധ്യത കാണാം. കാരണം ഇത്രയും ഒരു ദിവസം കയറിയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് അനുയോജ്യമായിരിക്കും. ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. കാരണം ഒരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ബൈ എടുക്കാനാണ്. കാരണം വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ അപ്സൈഡിൽ സാധ്യതയുണ്ട്. അപ്സൈഡ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പുൾ ബാക്ക് വന്നിട്ടും ചിലപ്പോൾ പോകാം. പക്ഷെ നമ്മുടെ കൃത്യം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഏകദേശം 520 530 റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ. അവിടെയാണ് നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉള്ളത്. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇടുക ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോകാം. വീക്കിലി നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും ചാർട്ടിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി വരാം. അപ്പോൾ ഇതാണ് വീക്കിലി ചാർട്ടിൽ. വീക്കിലി ചാർട്ടിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വീക്കിലി ചാർട്ട് നമുക്ക് ഇവിടെ കാണാം. ഒരു റെസിസ്റ്റൻസ്, സോൺ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ. ഈ ഭാഗത്ത് ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസ് വരെ എത്തി മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ചെറിയൊരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം വീണ്ടും നല്ല വലിയ ക്യാൻഡിൽ കണ്ട വിത്ത് വോളിയം. വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വോളിയം ഒന്നും ഇതേവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് നടന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് 475 അല്ലെങ്കിൽ ആ റേഞ്ച് വരെ താഴാനായിട്ട് കാരണം എന്ന്. അതിന് ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ വീക്കിലി നോക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുക. ഏത് ചോദ്യത്തിനും നമ്മൾ മറിച്ചും തിരിച്ചും ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരങ്ങൾ ലഭിക്കുമായിരിക്കും. അപ്പോൾ അതുപോലെ അതിന് ഉത്തരം കിട്ടുന്നതാണ് വീക്കിലി ചാർട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു
ഏരിയ വരച്ച് നോക്കാം. കേട്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. കേട്ടോ, ഈ ഏരിയ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. കേട്ടോ, റെസിസ്റ്റൻസ് സോൺ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇവിടെ ഒരു 4-5 ക്യാൻഡിൽ കണ്ട റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. കണ്ട അതാണ് ഇവിടെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അത് ആ റെസിസ്റ്റൻസ് സോണിൽ ഇവിടെ നിന്ന് ഇത് സപ്പോർട്ടായിട്ട് എടുത്തു. അതാണ് അതിന് ഉത്തരം. എന്തുകൊണ്ട് ഇവിടം വരെ വന്നു എന്നുള്ളത് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട് നോക്കിയാലോ, അപ്പോഴാണല്ലോ നമുക്കത് ആ റേഞ്ച് മനസ്സിലായത്. അപ്പോൾ അവിടെയാണ് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു ചെറിയ കൺസോളിഡേഷൻ നമ്മൾ ഇൻട്രാഡേയിൽ കണ്ടത് ആണ്. അത് കഴിച്ചിട്ട് ഇത്രയും കയറി നിൽക്കുകയാണത്. അപ്പോൾ നമ്മൾ ആ ഇൻട്രാഡേയിൽ പറഞ്ഞ ആ റേഞ്ച് തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതിലൊരു ബൈ എൻട്രിക്ക് പോസിബിൾ ആണ്. പക്ഷേ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ ഒന്ന് കയറിയിട്ട് പിന്നെ ഒന്ന് പിൻവലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ച് വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സരിഗമ ഇന്ത്യ എന്ന് പറയുന്ന ഷെയറിൽ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക് നൽകുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.